ഒരു വിധത്തിലാ ഞാൻ അവളെ ഇവിടം വരെ കൊണ്ടുവന്നത്. എന്നിട്ടും അവളെ സ്വന്തമാക്കാൻ പറ്റാത്തതിന് കാരണേ നിന്റെ പിടിപ്പികേടാ. അത് മാത്രമാ. ചേച്ചി വിചാരിക്കുന്ന പോലല്ല. അവളുമാർ ഇപ്പോഴും എന്നെ സംശയത്തോടെ കാണുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ? ഓ, ഒരു പെണ്ണിനെ വളയ്ക്കാൻ പോലും നിനക്ക് അറിയില്ലല്ലോടാ തിരുമണ്ട. നിന്നോട് ഞാൻ ഇനി എന്ത് പറയാനാ? ആ, മോള് പോവാണോ? ഞാൻ വീട്ടിൽ പോവാ കലേമ്മേ. ഇനി മുതൽ എനിക്കിവിടെ വരാൻ ബുദ്ധിമുട്ടുണ്ട്. ഇവൻ മോളോട് എന്തെങ്കിലും അരുതാത്തത് കാണിച്ചിട്ടുണ്ടെങ്കിൽ മോള് ക്ഷമിക്കണം. എല്ലാം നിന്നോടുള്ള സ്നേഹം കൊണ്ടാ. മഹിയേട്ടൻ എന്നോട് മോശമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അത് ഞാനില്ലാത്തോണ്ട് പഞ്ചരത്നത്തിലെ കാര്യങ്ങൾ മുഴുവൻ കുഴപ്പത്തിലാ. ഇന്നും ഇങ്ങനെ പകൽ സമയം മാറി നിന്നാ പഞ്ചരത്ന ഹോട്ടലിൽ പൂട്ടേണ്ടി വരും. അതുകൊണ്ട് കലേമ്മ എന്നെ ഇതിൽ നിന്നൊന്ന് ഒഴിവാക്കി തരണം. എന്നാ ഞാൻ കാര്യങ്ങൾ അവിടം വരെ എത്തിയെന്ന് ഒന്നുകൂടെ കണ്ട് ബോധ്യപ്പെടണം. എന്തായാലും നമുക്കൊന്നും കൂടി പറഞ്ഞു നോക്കാം. ശരി. അമൃതേച്ചിയോട് മഹേന്ദ്രൻ കാണിച്ച വൃത്തികേടിനെ കുറിച്ച് കലേമ്മയോട് പറഞ്ഞോ? അതൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ നാളെ മുതൽ ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. എന്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. മഹേന്ദ്രൻ കാണിച്ച തെമ്മാടിത്തരം കലേമ്മയോട് ചേച്ചി തുറന്ന് പറയേണ്ടതായിരുന്നു. മഹേന്ദ്രൻ ജ്യൂസിൽ വല്ലതും കലക്കിയോന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ലല്ലോ മോളെ. ഇതല്ലാതെ എനിക്ക് ക്ഷീണം വന്നതാണെങ്കിൽ നമ്മൾ അവനെ തെറ്റിദ്ധരിച്ച ശരിയാവോ? ചേച്ചി ഇത്രയ്ക്ക് പാവമായതാ കുഴപ്പം. ആളുകൾ ഇത്രയും സത്യസന്ധരാവരുത്. ഇനിയിപ്പോ മഹേന്ദ്രന്റെ കാര്യം പറഞ്ഞിട്ടാണോ ഇവർ രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കുന്നത്? ഞാൻ എന്തായാലും വീട്ടിൽ പോവാ. ഇനി ഈ ഏർപ്പാടിന് ഞാനില്ല. അത്ര മാത്രം നീ മനസ്സിലാക്കിയാൽ മതി. ചേച്ചി ഒന്ന് നിക്ക്. ചേച്ചി അനക്ക പറയുന്നൊന്നും അമൃതയ്ക്ക് മനസ്സിലാവാത്ത എന്താ? ഇതിന്റെ എല്ലാം പിന്നില് ആ കലാവതിയാ. അഭിയേട്ടാ, ആ അഭിയേട്ടെന്താ ഇവിടെ? എൻ്റെ ഒരു ഫ്രണ്ട് ആക്സിഡന്റ് പറ്റി ഇവിടെ കിടക്കുന്നു, കാണാമെന്നാ. വിവേക് എന്താ ഇവിടെ? എനിക്ക് ഈ ആശുപത്രിയിൽ വരാൻ പ്രത്യേകിച്ച് വല്ല കാരണം വേണോ അഭിയേട്ടാ? ഞാൻ അനക്കെ കാണാൻ വന്നതാ. അല്ല, ആ മഹേന്ദ്രൻ ഇവിടെയല്ലേ കിടക്കുന്നത്? അഭിയേട്ട ഫ്രീ ആണെങ്കിൽ നമുക്ക് അവനൊന്ന് കണ്ടുകളയാം. നമ്മൾ അവനെ ശരിക്കൊന്ന് വിരട്ടിയാൽ അവൻ മണി പോലെ സത്യങ്ങളെല്ലാം തുറന്നു പറയും. എനിക്കിപ്പോ അതിലൊന്നും ഒരു താല്പര്യമില്ല വിവേകെ. അഭിയേട്ട എന്ത് ഓർത്താണ് ഈ പറയുന്നത്? അമൃതേച്ചിയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഇത്രയും തെമ്മാടിത്തരം കാണിച്ച് അവനെ നമുക്കങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? അഭിയേട്ട ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസിൽ ഫുഡ് പോയ്സൺ ചേർത്ത് ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അതൊക്കെ ചെയ്തത് ആരാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ആഹാ, എന്നിട്ടാണോ അഭിയേട്ട ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്? അത് ആരായാലും അവനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണ്ട നമുക്ക്. ഇക്കാര്യത്തില് നമ്മളെക്കാൾ ഉത്സാഹം കാണിക്കേണ്ടവരാ പഞ്ചരത്നങ്ങൾ. അവർക്കതിലൊന്നും താല്പര്യമില്ല. അതുകൊണ്ട് ഞാനത് വിട്ടു വിവേകെ. ഇനി പഞ്ചരത്നങ്ങളുടെ ഒരു കാര്യത്തിലും എന്നെ പ്രതീക്ഷിക്കണ്ട. അല്ല, എന്തോ കുഴപ്പമുണ്ടല്ലോ. അഭിയേട്ടനും അമൃതയും തമ്മിൽ വഴക്കായെന്ന് തോന്നുന്നു.
ഇഷ്യൂ എന്താണെന്ന് അറിയണമല്ലോ. എന്ത് ഇഷ്യൂ? അഭിയേട്ടന് ഒരു ഇഷ്യൂ ഇല്ല. എന്തോ ഇന്ന് ആളുടെ പെരുമാറ്റം കണ്ടപ്പോ എനിക്ക് അങ്ങനെയല്ല തോന്നിയത്. പഞ്ചരത്നത്തിൽ അമൃതേച്ചിയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ നടന്നതൊക്കെ അഭിയേട്ടനെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തിരുന്നു. അതൊക്കെ കേസാക്കണമെന്നും അന്വേഷണം വേണമെന്നും അഭിയേട്ടൻ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഞങ്ങളെല്ലാവരും അതിനെ എതിർത്തു. അതുകൊണ്ടുള്ള വിഷമം മാത്രം അഭിയേട്ടൻ ഇപ്പൊ പ്രകടിപ്പിക്കുന്നത്. എന്നാലും ഇവിടം വരെ വന്നിട്ട് തന്നെ പോലൊന്ന് കാണാതെ അഭിയേട്ടൻ പോവുക എന്നൊക്കെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സംശയിക്കില്ലേ വിവേക്? അഭിയേട്ടന്റെ ഏതോ ഫ്രണ്ട് ഇവിടെ അഡ്മിറ്റ് ആണെന്നല്ലേ പറഞ്ഞത്? അതിന്റെ എന്തെങ്കിലും ടെൻഷനായിരിക്കും. അല്ല, ഇവിടെ ഫ്രണ്ട് അഡ്മിറ്റ് ആയിട്ടും അക്കാര്യൊന്നും അഭിയേട്ടൻ എന്നോട് പറഞ്ഞില്ലല്ലോ. ഇത് തന്നെയാണല്ലോ ബുദ്ധൂസ എന്റെയും സംശയം. ഇതല്ലേ ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അഭിയേട്ടൻ എന്തോ പ്രശ്നമുണ്ടോ? അതെന്ത് പ്രശ്നമായിരിക്കും? അല്ല, ഇനിയിപ്പോ അഭിയേട്ടന് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള അസുഖം ഉണ്ടാവോ? ഇനി അതുകൊണ്ടാണോ ആവോ ഹോസ്പിറ്റലിൽ വന്നിട്ട് എന്നെ കാണാതെ പോയത്? ഏയ്, അതിന് സാധ്യത ഉണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ നീ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അഭിയേട്ടൻ കൺസൾട്ടേഷൻ വരില്ലല്ലോ. ആ, അത് ശരിയാ. പിന്നെ എന്തിനായിരിക്കും അഭിയേട്ടൻ ഹോസ്പിറ്റലിൽ വന്നത്? ഇവളീ റൂമിൽ നിന്ന് ഇറങ്ങാതെ ഞാൻ എങ്ങനെ സ്വർണ്ണം അടിച്ചു മാറ്റും? മോളെ, എടുത്തിന്റെ രാത്രിയായിട്ടും വീട്ടിൽ പോവാത്ത? ഓ, കുറച്ച് ദിവസമായിട്ട് കിച്ചൺ മുഴുവൻ അലങ്കോലപ്പെട്ട് കിടക്കായിരുന്നു. ഇന്നെന്തായാലും ഓവർ ടൈം എടുത്ത് ഞാൻ മൊത്തം ക്ലീൻ ചെയ്തു. അതേതായാലും നന്നായി. നാളെ വാങ്ങാനുള്ള പലചരക്കിന്റെ ലിസ്റ്റാ. അവിടെ വെച്ചേക്ക്, ഞാൻ എടുത്തോളാം. മനസ്സിലായി, അഭിമന്യുനെയാണ് വിളിക്കുന്നല്ലേ? മോളെ, ഈ ഫോൺ കോളൊക്കെ മുറിയിൽ നിന്നല്ല വിളിക്കേണ്ടത്. ഇപ്പൊ പുറത്ത് അതിമനോഹരമായ കാലാവസ്ഥയാ. നല്ല നിലാവുള്ള രാത്രി, ആകാശത്ത് ചന്ദ്രനെയൊക്കെ നോക്കി ഫോൺ ചെയ്യാൻ ഭയങ്കര രസമായിരിക്കും. മോൾ ഇച്ചിരി ശുദ്ധവായൊക്കെ ശ്വസിച്ച് പുറത്തു പോയി ഫോൺ ചെയ്യ്. ഈ ചേട്ടത്തിക്ക് എന്താ വട്ടായോ? ഇന്ന് അമാവാസിയാ. ഓ, അമാവാസി ദിവസം ചന്ദ്രനും നിലാവും എവിടുന്ന് വരും? ഓ അതെ, ചന്ദ്രന് നിലാവും ഇല്ലെങ്കിൽ എന്താ? നമ്മൾ പുറത്തിട്ട ലൈറ്റുകൾക്ക് നല്ല പ്രകാശം ഉണ്ടല്ലോ. ആ പഞ്ചരത്നം ബോർഡിന്റെ അടിയിൽ ചെന്ന് ഫോൺ വിളിക്കാൻ തന്നെ എന്തൊരു സുഖാണ്. ഒരു ഫോൺ വിളിക്കാൻ പോയാ നമ്മൾ 10 ഫോൺ വിളിച്ചിട്ടേ തിരിച്ചു വരും. എനിക്കാകെ ഒരു കോളേ വിളിക്കാനുള്ളൂ. അത് ഞാൻ ഇവിടുന്ന് വിളിച്ചോളാം. ചേട്ടത്തി ചെല്ല്.
കുറച്ചു നേരമായല്ലോ ആരോ ഏട്ടനെ വിളിക്കുന്നു. ഏട്ടൻ എന്താ ഫോൺ എടുക്കാത്ത? അമൃതേച്ചിയാണല്ലോ. കൊള്ളാം. അപ്പൊ അമൃതേച്ചിയോടാണ് വാശി. എനിക്കങ്ങനെ ആരോടും വാശിയും വൈരാഗ്യമൊന്നുമില്ല. വാശിയും വൈരാഗ്യമൊക്കെ ആയിക്കോ, പക്ഷെ അമൃതേച്ചിയോട് അത് വേണ്ട. അമൃതേച്ചി ഒരു പാവമല്ലേ ഏട്ടാ? ഏട്ടൻ എന്താ അമൃതേച്ചിയുടെ ഫോൺ എടുക്കാത്തത്? നീ അതൊന്നും അറിയണ്ട. അവൾ കിടന്ന് വിളിക്കട്ടെ. സൗന്ദര്യപ്പിണക്കാണല്ലേ? പ്രേമത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാ. അതെ, ചെറിയ പ്രണയകലഹങ്ങളൊക്കെ ഓക്കെയാ. പക്ഷേ ഏട്ടന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം, അമൃതേച്ചിയെ വല്ലാതെ അങ്ങ് സങ്കടപ്പെടുത്തരുത്. ഏത് വഴക്കും ഒരു രാത്രിക്കപ്പുറം കൊണ്ടുപോകരുതെന്നല്ലേ പഴമക്കാർ പറയാറ്. ചെറിയ വായിൽ വലിയ വർത്തമാനം പറയാതെ നീ പോകുന്നുണ്ടോ? അമൃതയുടെ കാര്യത്തില് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അതിന് ആരുടെയും സഹായം എനിക്ക് ആവശ്യമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മോട കണ്ട ഈ അശ്വതി ഇടപെടും. ഒരു ലിമിറ്റ് കഴിഞ്ഞാ എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അയ്യോ, അവള് പറഞ്ഞത് ശരിയാ. അമൃതയുടെ കാര്യത്തില് എല്ലാ ലിമിറ്റും കഴിഞ്ഞു. ഈ അഭിമന്യു എന്താ ഇങ്ങനെ? ചില സമയത്ത് ഒരു കാര്യമില്ലാതെ എന്നോട് വഴക്കിടുന്നു. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഇവളെന്തിനാ ഇതിനകത്ത് എന്നിങ്ങനെ അടയിരിക്കുന്നേ? ഇവക്ക് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നടന്നൂടെ? എണീറ്റ് പുറത്തേക്ക് പോകാനുള്ള പുറപ്പാടാ. ഇരിപ്പ് മാറ്റി ഇപ്പൊ നടപ്പായോ? ഈ നശൂലം കാരണം എന്റെ പണി നടക്കില്ലല്ലോ. അലമാരയിലെ സ്വർണം ഞാൻ എങ്ങനെ അടിച്ചു മാറ്റും? കലാവതിയോട് ഞാൻ എന്തു പറയും എന്റെ കർത്താവേ? എന്തായി വക്കീലെ കാര്യങ്ങള്? എന്തായാലും മേഡത്തിനും സാറിനും ആശ്വസിക്കാൻ വകയുണ്ട്. എന്റെ ഒരു രാഷ്ട്രീയ ഇടപെടൽ കാരണം മേഡത്തിന് സാറിനും എതിരെയുള്ള കേസ് കോടതിയിലെത്തിയാൽ ഊരിപ്പോരാവുന്ന വിധമാണ് ഇഡി ചാർജ് ചെയ്തിരിക്കുന്നത്. വകുപ്പുകളൊക്കെ ലൈറ്റാ. ഗുഡ്. അപ്പൊ പിന്നെ വലിയ ഭയം വേണ്ട എന്നർത്ഥം. അങ്ങനെ പറയാൻ വരട്ടെ. ചാർജ് ചെയ്ത വകുപ്പുകൾ ലൈറ്റാക്കാൻ വേണ്ടി ഇ ഡി ഉദ്യോഗസ്ഥർക്കും പബ്ലിക് പ്രോസിക്യൂട്ടർക്കും ചില്ലറ കൊടുക്കാമെന്ന് മേഡം ഏറ്റിരുന്നു. ആ കാശ് ഇനിയും മേഡം കൊടുത്തിട്ടില്ല. കൊടുക്കാമെന്ന് പറഞ്ഞ ആ കാശ് കൊടുത്തില്ലെങ്കിൽ ഇപ്പോൾ ലൈറ്റായിട്ട് ചാർജ് ചെയ്ത കേസുകൾ കോടതിയിൽ എത്തുമ്പോൾ സ്ട്രോങ് ആവും. ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ സാറിനും കൂടി ബാധകമാണ്. വ്യാജരേഖയുണ്ടാക്കി സർക്കാർ ഭൂമി തട്ടിയെടുത്ത കേസിൽ സാറാണ് ഒന്നാം പ്രതി, മേഡം രണ്ടാം പ്രതി മാത്രമാണ്. എന്നെ കൊണ്ട് ഈ തെമ്മാടിത്തരം മുഴുവൻ ചെയ്യിപ്പിച്ചത് ദേ ഇവളാ. എന്നിട്ടിപ്പോ ഞാനാണ് പോലും ഒന്നാം പ്രതി. മേഡത്തിന് വേണമെങ്കിൽ ഈ കേസിൽ മാപ്പുസാക്ഷിയാവാം. അങ്ങനെ വരുമ്പോ സാറ് മാത്രമാവും പ്രതി. ആര് മാപ്പുസാക്ഷിയായാലും എനിക്കൊരു കുന്തവും ഇല്ല. ഈ കേസിൽ ജയിലിൽ പോകാൻ ഞാൻ തയ്യാറാ. ഇതിനു വേണ്ടി കൈക്കൂലി കൊടുക്കാൻ എന്റെ കയ്യിൽ പണവും ഇല്ല. ഞാൻ പാപ്പരാ. വക്കീലേ, ചെല്ല്. മേഡത്തിനെ മാപ്പുസാക്ഷിയാക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞത് ചന്ദ്രസേനൻ സാറിനെ ഒന്ന് ഇളക്കാൻ വേണ്ടിയാ. ഈ കേസിൽ മാപ്പുസാക്ഷി എന്നൊന്നില്ല. മേഡത്തിനും ഈ കേസിൽ നിന്ന് ഊരാൻ പറ്റില്ല. മേഡം കൊടുക്കാമെന്നേറ്റ 25 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് കൊടുത്തേ പറ്റൂ. അതിന് മാത്രം കാശൊന്നും എന്റെ കയ്യിലില്ല സുധീഷേ. ഞാൻ ആകെ പൊളിഞ്ഞു നിൽക്കുക.
മേഡം എങ്ങനെയാ ക്യാഷ് ഉണ്ടാക്കിയേ പറ്റൂ. അതല്ലെങ്കിൽ ജയിലിൽ പോയി കിടക്കാൻ തയ്യാറായിക്കോ. കാശിന് കാശ് തന്നെ വേണ്ടേ വക്കീലേ? ഇപ്പോഴത്തെ ഒരു അവസ്ഥയില് ഇത്രയും കാശ് ഞാൻ എവിടെ പോയി മറിക്കാനാ? മേഡം ടെൻഷൻ അടിക്കാതെ നന്നായിട്ടൊന്ന് ആലോചിക്ക. എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു വരും. അപ്പൊ ശരി മേഡം, എല്ലാം പറഞ്ഞു. എന്തായാലും ഈ കേസിൽ അകത്തു പോകാൻ ഞാൻ തയ്യാറല്ല. എങ്ങനെയും 25 ലക്ഷം രൂപ ഉണ്ടാക്കിയേ പറ്റൂ. ഇങ്ങനെ കുടിച്ചു കുടിച്ച് സ്വയം ഇല്ലാതാവാനാണോ ഭാവം? വേറെന്തെങ്കിലും പണി വേണ്ടേ? ഉണ്ടായിരുന്ന നല്ലൊരു ജോലി നീയായിട്ടില്ലാണ്ടാക്കിയില്ലേ? വക്കീലും മഞ്ചാടിയും വന്നപ്പോ നിങ്ങൾ എന്തിനാ അവരോട് അങ്ങനെ പെരുമാറിയത്? അവര് നമ്മുടെ നല്ലതിന് വേണ്ടിയല്ലേ ഓരോന്ന് ചെയ്യുന്നത്. അവര് പറഞ്ഞിട്ട് പോയത് കേട്ടല്ലോ. ജയിലിൽ പോകാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ മിനിമം 25 ലക്ഷം രൂപയെങ്കിലും വേണം. 25 ലക്ഷം പോയിട്ട് 25 രൂപ എടുക്കാനില്ല എന്റെ കയ്യിൽ. അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് നിനക്ക് തന്നെയല്ലേ? ഇത്രയും ബന്ധങ്ങളും പിടിപാടുമുള്ള കലാവധി വിചാരിച്ചാൽ 25 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റില്ലേ? അടി തെറ്റിയാൽ ആനയും വീഴും ചന്ദ്ര. പണവും പ്രതാപവും ഒക്കെ ഉള്ള കാലത്ത് എല്ലാവരും കൂടെ ഉണ്ടാവും. കൂടെയുള്ളവര് തേനും പാലും ഒഴുക്കി സംസാരിക്കും. പക്ഷേ ഒന്ന് വീണു പോയാ 5 പൈസയുടെ ഉപകാരം പോലും ആരെയും കൊണ്ടുണ്ടാവില്ല. സ്വന്തം നിഴല് പോലും ചതിക്കും. കലാവധി ഫിലോസഫിയൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലേ? നിനക്ക് ഇത്രയും തിരിച്ചറിവുകളൊക്കെ ഉണ്ടായത് തന്നെ വലിയ കാര്യമല്ലേ? ഈ പാഠം പഠിക്കാൻ വേണ്ടി സ്വത്തുക്കളൊക്കെ പോയി എന്ന് വിചാരിച്ചാ മതി. അങ്ങനെ വിട്ടുകളയാനേ എനിക്ക് മനസ്സില്ല. 25 ലക്ഷം രൂപ ഉണ്ടാക്കാൻ നിങ്ങൾ എന്നെ സഹായിച്ചേ പറ്റൂ. നടക്കില്ല. എന്തുകൊണ്ട് നടക്കില്ല? നിങ്ങളൊരാണല്ലേ. ഒരു പെണ്ണായ ഞാൻ ഇത്രയും കാശിനായിട്ട് ഇറങ്ങി തിരിച്ചാ സഹായിക്കാൻ ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷേ അവർക്ക് വേറെ പല ഉദ്ദേശങ്ങളും കാണും. ഞാൻ അങ്ങനെ ഇറങ്ങിത്തിരിക്കണോ? പറയാൻ. നീ ഒന്നിനും ഇറങ്ങിത്തിരിക്കണ്ട. വക്കീല് പറഞ്ഞ പോലെ നീ വെറും മാപ്പുസാക്ഷിയായി ഇവിടെ ഇരുന്നാ മതി. എല്ലാ കുറ്റങ്ങളും തലയിലേറ്റി ഞാൻ പൊക്കോളാം ജയിലിലേക്ക്. നിന്റെ കൂടെ ഈ വീട്ടിൽ താമസിക്കുന്നതിനേക്കാൾ ഭേദം ജയിൽവാസം തന്നെയാ. പോത്തിന്റെ ചെവിയിൽ വേദം ഓതാൻ വന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. കഷ്ടം. അഭിമന്യു ഇതുവരെ എന്നെ തിരിച്ചു വിളിച്ചില്ലല്ലോ. എന്തിനാ എന്നോടിങ്ങനെ പിണങ്ങുന്ന? ഒന്നുകൂടി വിളിച്ചു നോക്കാം. കഴിഞ്ഞില്ല ഇവളുടെ ഒടുക്കത്തെ ഫോൺ വിളി. എന്നാലും അഭിമന്യു എന്തിനാ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത്? എങ്ങനെയെങ്കിലും ഇവളെ മുറിയിൽ നിന്ന് പുറത്താക്കണം. എങ്കിലേ സ്വർണം അടിച്ചു മാറ്റാൻ എനിക്ക് പറ്റൂ. ഒരു നോക്കു
കാത്തിരുന്നവൾ മിഴിയകന്നു പോയോ, ഒരു കാറ്റുപോലെ എൻ കൂടെ വന്നവൾ വഴിമറന്നു പോയോ, ഒരു കഥയാ അവളകന്നു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.